ഒന്നും കംപ്ലീറ്റ്ലി റോങ് ഒന്നല്ല. നമ്മൾ ചില സാധനം പറയും ഇത് ഭയങ്കര റോങ് ആട്ടോ എന്ന് പറയും. ബട്ട് സം ടൈംസ് അത് കംപ്ലീറ്റ്ലി റോങ് ആവണമെന്ന് പറയാനൊന്നും കഴിയില്ല. കാരണം ഈ ഫുള്ളി സ്റ്റോപ്പ് ആയിട്ടുള്ള ക്ലോക്ക് ഇല്ലേ, ക്ലോക്ക് തന്നെ ഒരു ദിവസം 2 പ്രാവശ്യം ശരിയായിരിക്കും. എന്റെ ഒരു ക്ലോക്ക് ഉണ്ട്, അത് 6 മണിക്ക് നിന്ന് പോയെങ്കിൽ അത് ആ ദിവസം 2 പ്രാവശ്യം ആ സമയം നോക്കുമ്പോൾ ശരിയാ. ഒന്ന് രാവിലെ 6 മണിക്കും ഒന്ന് വൈകുന്നേരം 6 മണിക്കും. 2 ടൈം ഒരാൾ സമയം നോക്കുന്നത് ഡെയിലി 6 മണി ആയില്ലേ എന്തെങ്കിലും സാധനല്ലേ. സോ ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ്ലി റോങ്. ക്ലോക്ക് തന്നെ, അതായത് ഡെഡ് ആയ ക്ലോക്ക് തന്നെ 2 പ്രാവശ്യം ശരിയാ. സോ വാട്ട് ഐ എം സേയിങ് ഇസ് ദാറ്റ് എനിക്ക് പറ്റുന്ന തെറ്റും കൂടിയാണ്. വിച്ച് ഈസ് ആരെങ്കിലും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സിറ്റുവേഷൻ കാണുകയാണെങ്കിൽ അതിൽ ലൈക്ക് അത് ഫുൾ തെറ്റാട്ടോ, കംപ്ലീറ്റ്ലി തെറ്റാട്ടോ, വലിയ സാധനമാണ്. പക്ഷെ സം ടൈംസ് അവരെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മള് കുറച്ച് പെർസ്പെക്റ്റീവ് മാറ്റി നോക്കുമ്പോഴോ ഇറ്റ് വിൽ ബി ലൈക്ക് സംതിങ് ഈസ് റൈറ്റ്. അതിലെന്തോ ഒരു ശരിയുണ്ട്, അതിലെന്തോ ഉണ്ട് ഇതായത്. സോ ടേക്ക് യുവർ ടൈം. സം ടൈംസ് ആൾക്കാർ നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റോങ് ആണ്, അത് കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് പറയുന്നതിന് പകരം ജസ്റ്റ് ടേക്ക് എ മൂവ്മെന്റ് ആൻഡ് ജസ്റ്റ് അനലൈസ് ഇറ്റ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. ആ പേഴ്സ്പെക്റ്റീവ്, അവരെ പെർസ്പെക്റ്റീവ് നോക്കി നോക്കുക, അവരെ സ്വഭാവം വെച്ച് നോക്കി നോക്കുക. നമ്മൾ ഇത് വെച്ച് നോക്കുന്നതിന് പകരം ശരിക്കും എന്താണ് സാധനത്തിലെ കാര്യം പ്രോപ്പറായി ഇരുത്തി അനലൈസ് ചെയ്ത് നോക്കി നോക്ക്. സംടൈം അതിലെന്തോ ഒരു ശരി ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അതെങ്ങനെ ആയത്, അതുകൊണ്ടായിരിക്കാം അത് അങ്ങനെ പോയത്, അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത്, വലിയ സാധനം. സോ എല്ലാം കംപ്ലീറ്റ്ലി റോങ് ഒന്നല്ല. Sometimes it's just about the perspective or something else. So it's about taking your time and looking at it.